വിശ്വപൗരനാണ്. 2009 മുതൽ തിരുവനന്തപുരത്തെ എംപിയാണ്. അവരുടെ ദേശീയ തലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇപ്പോൾ ശശി തരൂർ എന്ന് കേൾക്കുമ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ ഓടി ഒളിക്കുകയാണ്. കാരണം അദ്ദേഹം ഒരു BJP ഭക്തനായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദൈവം ആരാണ്? ചോറ് എവിടെ, കൂർ എവിടെ, ഇതാണ് വിഷയം. തരൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയുടെ അവിഭാജ്യ ഘടകം, നിലവിൽ കോൺഗ്രസ് പാർട്ടിയുടെ അംഗം, കോൺഗ്രസ് പാർട്ടി വർക്കിംഗ് കമ്മിറ്റി അംഗം, കോൺഗ്രസ് പാർട്ടി നൽകിയ പാർലമെന്ററി കമ്മിറ്റി ഓൺ ഫോറിൻ അഫയേഴ്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതിലെ ചെയർപേഴ്സൺ, അതോടൊപ്പം തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ ഭാഗം. അപ്പോൾ 100% കോൺഗ്രസ്സുകാരനായി ഇപ്പോഴും തുടരുന്ന തരൂർ തീർച്ചയായും ചോറ് കോൺഗ്രസിനുള്ളിൽ തന്നെയാണ്. പക്ഷേ കൂർ എവിടെ എന്നതാണ് കഥലായ ചോദ്യം. ആ ചോദ്യം ഉന്നയിക്കുന്നത് പ്രധാനമായും കോൺഗ്രസ്സുകാരാണ് ആ ചോദ്യം ഉന്നയിക്കുന്നത് എന്നതിലാണ് ഒരു ആശങ്ക, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ട്വിസ്റ്റ്. ഇവിടെ ഇത് ഉന്നയിക്കാനുള്ള പ്രധാന കാരണം പാർട്ടി ലൈൻ എന്നൊന്നുണ്ട് വിദേശ നയത്തിൽ എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരും നേതൃത്വവും ഒക്കെ വിശ്വസിക്കുന്നു. പക്ഷേ തരൂർ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ദർ ഈസ് നോ കോൺഗ്രസ് ലൈൻ ഇൻ ഫോറിൻ പോളിസി, ദർ ഇസ് ഓൺലി ഇന്ത്യ ലൈൻ. ആരാണോ ഗവൺമെൻറ്, ഏതാണോ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് അതാത് സമയത്ത് പറയുന്നതാണ് ഫോറിൻ പോളിസി ലൈൻ എന്നാണ് തരൂർ വിശ്വസിക്കുന്നത്. അത് തരൂറിൻ്റെ ഒരു ഒരു രീതി, ഗ്രൂമിങ് അങ്ങനെയാണ്. തരൂർ ഔട്ട് ആൻഡ് ഔട്ട് നയതന്ത്രജ്ഞനാണ്. 22 വയസ്സിൽ മാസ്റ്റേഴ്സ് PhD പ്രവേശിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി ജനറൽ വരെ ആയ ഒരാളാണ്. നയതന്ത്രത്തിലൂടെ വളർന്നയാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിൻ്റെ വിദേശ നയം എന്നതേ ഉള്ളൂ. ഒരു പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്തിൻ്റെ വിദേശ നയം എന്ത് എന്ന് ആ പാർട്ടി തീരുമാനിക്കും. പക്ഷേ നാളിതുവരെ തുടർന്ന നയത്തിൻ്റെ ഒരു തുടർച്ചയായിരിക്കണം വിദേശ നയം. ചെറിയ മാറ്റങ്ങൾ, അവിടെയാണ് ഇന്ത്യ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനകൾ നാം പരിശോധിച്ച് നോക്കിയാൽ ഈ ഇടക്കാലത്ത് മാത്രമാണ് ഇത്തരം സ്നേഹവും ഈ രാജ്യസ്നേഹവും BJP സ്നേഹവും എല്ലാം അമിതമായി വരുന്നത്. സാർ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു നയതന്ത്ര വിദഗ്ധനാണ് എന്ന് പറയുമ്പോൾ ഒരു അമിതമായ ഒരു സ്നേഹം ഇപ്പോഴല്ലേ ഉണ്ടാകുന്നത്. അതിന് പിന്നിൽ എന്താണ്? ലോക രാഷ്ട്രീയം അടുത്ത് നിന്ന് കണ്ടയാൾ ദേശീയ രാഷ്ട്രീയവും പ്രാദേശിക രാഷ്ട്രീയവും പഠിക്കേണ്ട കാര്യമില്ല. പോപ്പിനെ കുർബാന പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറയും. മീൻകുഞ്ഞിനെ നീന്തലും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ജന്മന ഉണ്ടാകുന്നതാണ്. തരൂറിന് ആ ഗ്ലോബൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിഫലനം ഇന്ത്യയിൽ ഇത് കാണാം. അപ്പം അവിടെ അദ്ദേഹം പറയുന്ന വാക്കിന് ട്രാക്ഷൻ കിട്ടുന്നു. കോൺഗ്രസിനുള്ളിലല്ല, ഇന്ത്യയിൽ മൊത്തമായി ഒരു ട്രാക്ഷൻ ലഭിക്കുകയാണ്. BJPക്കുള്ളിൽ ലഭിക്കുന്നതിന് പിന്നിൽ പൊളിറ്റിക്കൽ ഓവർച്യൂസ് ഉണ്ട് എന്ന് തരൂരിന് അറിയാൻ വയ്യാത്തതല്ല, തരൂരിന് അതറിയാം. എങ്കിലും സ്വന്തം പാർട്ടിയുമായി വിലപേശാൻ ലഭിക്കുന്ന ഒന്നാന്തരം അവസരമാണ്. ദേശസ്നേഹം വെച്ച് സ്വന്തം പാർട്ടിയുമായി വിലപേശിയാൽ തരൂർ പറയുന്നിടത്ത് പാർട്ടിക്ക് നിൽക്കേണ്ടി വരും എന്ന് അറിയാനുള്ള ഒരു നയതന്ത്ര ചാരുത, അതാണ് തരൂർ കാണിക്കുന്നത്. പല എല്ലാ പ്രവർത്തകരും പറയുന്നത് അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് പാർട്ടി നടപടി എടുക്കുന്നില്ല. ഏറ്റവും അവസാന ഘട്ടത്തിൽ ഒരു താക്കീതിൽ ചുരുക്കിയിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നടപടിയിലേക്ക് കോൺഗ്രസിന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി എടുക്കാൻ സാധിക്കുക? ഇന്ത്യയുടെ നയമാണ് ഞാൻ തുടരുന്നത്. ഞാൻ നൽകിയിട്ടുണ്ട്. താക്കീത് നൽകാനാവും. പാർട്ടിയോട് ചോദിച്ചതിന് ശേഷമേ ഔപചാരികമായ കാര്യങ്ങൾ പ്രഖ്യാപിക്കാവൂ എന്ന നിർദ്ദേശം കൊടുക്കാം. ആ നിർദ്ദേശം അംഗീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു കാരണം പറഞ്ഞുകൊണ്ട് തരൂരിനെ പുറത്താക്കി. ഇപ്പം തരൂരിനെ ഹൈപ്പത്തറ്റിക്കൽ നോക്കുക, ഡോക്ടർ ശശി തരൂരിനെ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുന്നു എന്ന് കരുതുക. ഇങ്ങനെ കരുതിയാൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ലോകം ചർച്ച ചെയ്യില്ലേ? ഇന്ത്യയിലെ ജനങ്ങൾ ചർച്ച ചെയ്യില്ലേ? മറ്റ് കക്ഷികൾ ചർച്ച ചെയ്യില്ലേ? അതെന്താണ്? തരൂർ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ തയ്യാറാണ്, ഇന്ത്യയെ ഗ്ലോബലി പ്ലേസ് ചെയ്യാൻ തയ്യാറാണ്. ഗവൺമെൻറ് പിന്നെ തരൂരിനെ സെലക്ട് ചെയ്തു. പക്ഷേ സ്വന്തം പാർട്ടിക്ക് ഏറ്റവും മികച്ച, പാർലമെൻറ്റിലെ നിലവിലെ ഏറ്റവും മികച്ച ആളിനെ വിദേശത്ത് വിടുന്നതിൽ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ സ്വന്തം പാർട്ടി തരൂരിനോടുള്ള അസൂയ കൊണ്ട്, വ്യക്തിവിരോധം കൊണ്ട്, അല്ലെങ്കിൽ ഗാന്ധി നെഹ്റു ഫാമിലിയുടെ ഒരു സ്കീമിൽ തരൂർ പെടുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ദേശ താല്പര്യത്തിന് എതിരായി കോൺഗ്രസ് പ്രവർത്തിച്ചു എന്ന് നടത്തിയുണ്ടാവും. അസൂയ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്കാണ്. നമ്മളെ ഒരു രാഹുൽ ഗാന്ധി വലിയ നേതാവാണ് തീർച്ചയായും. തരൂർ മറ്റൊരു തലത്തിൽ രാഹുൽ ഗാന്ധിയേക്കാൾ തലപ്പൊക്കത്തിൽ നിൽക്കുന്ന വിശ്വപൗരനാണ്.
രാഹുൽ ഗാന്ധി ഒരു പാൻ ഇന്ത്യ നേതാവ് തന്നെയാണ്. കോൺഗ്രസ് പാർട്ടി വലിയൊരു പാർട്ടിയാണ്, ഗ്രാൻഡ് ഓൾ പാർട്ടിയാണ്. പക്ഷേ ഇത് തമ്മിൽ രണ്ട് പാരഡൈംസാണ്. ഇതാണ് വർക്കിംഗ് ബ്യൂട്ടിഫുള്ളി. See, look at the trio of during UPA 1, 2004 മുതൽ 2009 വരെ ഉണ്ടായിരുന്ന UPAയുടെ ഒന്നാം ഗവൺമെൻറ് സമയത്ത് 3 ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് സോണിയാഗാന്ധി, UPA ചെയർപേഴ്സൺ, ഓക്കെ. 2 പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, 3 പ്രസിഡന്റ് പ്രണബ് കുമാർ മുഖർജി. ഈ 3 പേരും. അപ്പം പ്രണബ് കുമാർ മുഖർജി പിന്നീടാണ് പ്രസിഡന്റ് ആയത്. അപ്പം കോൺഗ്രസിൻ്റെ തന്ത്രജ്ഞനായിരുന്നു പ്രണബ് കുമാർ മുഖർജി. എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞുണ്ടാക്കിയ അതികായൻ, ബുദ്ധിരാക്ഷസൻ, അതാണ് പ്രണബ് കുമാർ മുഖർജി. മൻമോഹൻ സിംഗ് പക്ക പ്രൊഫഷണൽ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. അദ്ദേഹം വലിയ അക്കാഡമിക് പശ്ചാത്തലമുള്ള ആളാണ്. പ്രധാനമന്ത്രിയായി ഹി വിൽ നോട്ട് ഡെൽവ് ഇൻ ടു പൊളിറ്റിക്സ്. ഇനി പൊളിറ്റിക്സിൻ്റെ റോൾ ആരാ? UPA കക്ഷികളെ ഒരുമിച്ച് നിർത്തുന്ന റോൾ, കോൺഗ്രസിനെ ഒരുമിച്ച് നിർത്തുന്ന ചാലകശക്തി. അന്ന് രാഹുൽ ഹാഡിൻ ടേക്കൺ ഓവർ, അന്ന് സോണിയാഗാന്ധിയാണ്. അപ്പോൾ സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും പ്രണബ് കുമാർ മുഖർജിയും തമ്മിൽ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അല്ലേ? പ്രധാനമന്ത്രി എന്ന നിലയിൽ അനാവശ്യ ഇടപെടലുകൾ പ്രണബ് കുമാർ മുഖർജിയും സോണിയാഗാന്ധിയും നടത്തില്ല. അതുകൊണ്ട് മൻമോഹൻ സിംഗിന് ഒരു ഫ്രീ ഹാൻഡ് ഉണ്ട്. അതേസമയം അദ്ദേഹം അതിർവരമ്പുകൾ ലംഘിക്കില്ല. പാർട്ടി ലൈൻ ഒരിക്കൽ പോലും തരൂർ ലംഘിച്ചതുപോലെ പാർട്ടി ലൈൻ ലംഘിക്കുന്നില്ല. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഒരിക്കലും രാഷ്ട്രീയമായി ഒരു വിവാദത്തിലേക്കും ഡോക്ടർ മൻമോഹൻ സിംഗ് പോയിട്ടില്ല എന്ന് ഓർക്കണം. പ്രണബ് മുഖർജി പ്രസിഡന്റ് സ്ഥാനത്തെത്തി എങ്കിൽ പോലും അതിന് മുൻപ് കോൺഗ്രസിന് വേണ്ടി എല്ലാ പ്ലാനിങ്ങും ചെയ്തത് പ്രണബ് മുഖർജിയായിരുന്നു. അദ്ദേഹത്തിനും പ്രധാനമന്ത്രി പദം സാധ്യമാകുമായിരുന്നു. പാർട്ടിയിൽ മൻമോഹൻ സിംഗിനേക്കാൾ എത്രയോ സീനിയറാണ് പ്രണബ് കുമാർ മുഖർജി. അപ്പോൾ ഇതിനെയെല്ലാം ബ്യൂട്ടിഫുള്ളായി ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് തരൂറിനെ ഡീൽ ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ തരൂർ രാഹുൽ ബന്ധം ആ രീതിയിൽ. അപ്പോൾ തരൂറിനെ അൺലീഷിങ് തരൂർ ഗ്ലോബലി, അതാണ് കോൺഗ്രസിന് ചെയ്യാവുന്നത്. ഹോഗിങ് ദ ലൈം ലൈറ്റ് ലോക്കലി ആൻഡ് നാഷണലി രാഹുൽ ഗാന്ധിക്ക് ചെയ്യാം. ഈ ഒരു പ്രവൃത്തി വിഭജനം സാധിക്കുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് എല്ലാം കൂടി ആകാനാവില്ല, തരൂറിനും എല്ലാം ആകാനാവില്ല. ഇവിടെയാണ് കൺഫ്യൂഷൻ പറ്റുന്നത് കോൺഗ്രസിനുള്ളിൽ. ശശി തരൂർ 2009 മുതൽ തന്നെ MP ആണ്. അദ്ദേഹത്തിന് വിദേശകാര്യ സഹമന്ത്രിയെല്ലാമായിട്ടുണ്ട്. ആ രീതിയിലല്ല അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? തരൂർ നല്ലൊരു പദവിയിലിരുന്നു, വിദേശകാര്യ സഹമന്ത്രി, ഭാരതത്തിൻ്റെ വിദേശകാര്യ സഹമന്ത്രി, തിരുവനന്തപുരം MP. ഒന്നും തരൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണെന്ന് അന്നും കാര്യമല്ല, ഇന്നും കാര്യമല്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ഗ്ലോബ് ട്രോട്ടിംഗ് സ്റ്റേറ്റസിൽ നിൽക്കാനാണ്. വിഖ്യാതന എഴുത്തുകാരൻ, നല്ല പ്രഭാഷകൻ, ഈ ഒരു പദവിയുമില്ലെങ്കിലും ലോകം കാതോർക്കുന്ന മനോഹരമായ ശബ്ദത്തിൻ്റെ ഉടമ, ഇങ്ങനെയുള്ള ആളെ ഒരു റിസോഴ്സാണ്, ഗ്ലോബൽ റിസോഴ്സാണ്. അദ്ദേഹം കേവലം തിരുവനന്തപുരം മണ്ഡലത്തിലെ പാർലമെൻറ്റിൻ്റെ ഓരോ കൊച്ചു കാര്യങ്ങളും, ഓരോ വിവാഹത്തിനും ഓടിയെത്തുക, ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുക, കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുക, പാർട്ടിക്കാർ തമ്മിലുള്ള ആടിയൊക്കെ ഒഴിവാക്കുക, കുറേ പേരെ സന്തോഷിപ്പിക്കുക, സുഖിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മനസ്സല്ല തരൂറിൻ്റെ. അതുകൊണ്ട് പ്രവർത്തകർ ഒരു അകലം പാലിച്ച് നിൽക്കേണ്ടി വരുന്നു തരൂറുമായി. അങ്ങനെ പറ്റൂ, അതങ്ങനെയാണ്, അതിൻ്റെ ഡൈനാമിക്സ് അങ്ങനെയാണ്. അദ്ദേഹത്തിന് ഈ ലോക്കൽ ഡൈനാമിക്സ് ശീലമില്ല. അദ്ദേഹത്തിൻ്റെതായ ഹാൻഡ് പിക്ഡ് ഏജൻസിനെ കൊണ്ടാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ കേന്ദ്ര തലത്തിൽ വരുമ്പോൾ അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടാൻ അദ്ദേഹത്തിലൂടെ ലഭിക്കുന്ന വിസിബിലിറ്റി കോൺഗ്രസിനും പ്രയോജനം ചെയ്യും. പക്ഷേ അത് അവരങ്ങനെ അല്ലല്ലോ കണ്ടത്. അതുകൊണ്ട് തരൂറിൻ്റെ ആഗ്രഹം കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നാൽ ഒരുപക്ഷെ വിദേശകാര്യ മന്ത്രിയാകാം. നാളിതുവരെ ഇന്ത്യ കണ്ട ഏറ്റവും വിഖ്യാതനായ വിദേശകാര്യ മന്ത്രിയായി അറിയപ്പെടാൻ ഡോക്ടർ തരൂർ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതുമല്ലായെങ്കിൽ ഒരുപക്ഷെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് KR നാരായണന് കിട്ടിയതുപോലെ, അദ്ദേഹവും ഡിപ്ലോമാറ്റായിരുന്നു, ഇദ്ദേഹത്തെക്കാൾ അത്ര അറിവ് കുറഞ്ഞ, തരൂറും KR നാരായണൻ തമ്മിൽ കമ്പയർ ചെയ്യാനൊക്കില്ല. തരൂർ ഒരു എക്സ്ട്രോവേർട്ടാണ്. തരൂർ കടത്തി പറയുന്ന ഒരാളാണ്, വിസിബിലിറ്റി ആഗ്രഹിക്കുന്ന ആളാണ്. KR നാരായണൻ പക്ക കരിയർ ഡിപ്ലോമാറ്റായിരുന്നു, വളരെ ഫോക്കസ്ഡ്, സൈലൻറ്റ്, പ്രൊഫഷണൽ ആളാണ്. നമ്മുടെ ജയശങ്കറിനെ പോലെയാണ്. ജയശങ്കറിനെ പോലെയാണ്, ഇപ്പോഴത്തെ വിദേശകാര്യ മന്ത്രിയെ പോലെയാണ് KR നാരായണൻ. അദ്ദേഹം കഴിവുള്ള ആൾ, ഏറ്റവും കഴിവുള്ള ആളാണ്. അദ്ദേഹം ഉപരാഷ്ട്രപതിയായി ആദ്യം ഒറ്റപ്പാലത്ത് നിന്ന് മത്സരിക്കുന്നു. സംവരണ സീറ്റാണ്. ഒരിക്കലും കോൺഗ്രസ് ജയിക്കാത്ത മണ്ഡലം. ഇന്ദിരാഗാന്ധി ഭരിച്ച സഹതാപ തരംഗത്തിന് തേരിലേറി അദ്ദേഹം ജയിച്ചു വരുന്നു. ഒറ്റപ്പാലത്ത് നിന്ന് ജയിച്ചപ്പോൾ ആദ്യത്തെ ആ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് ചുമതല ലഭിക്കുന്നു. മന്ത്രിസഭയിൽ അംഗമായി പിന്നീട് വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുകയാണ്. പിന്നീട് ഇന്ത്യ കണ്ട ആദ്യത്തെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രസിഡന്റായി KR നാരായണൻ വരികയാണ്.
അതിനേക്കാൾ എത്രയോ ലോകം ശ്രദ്ധിക്കുന്ന ആളാകും ഡോക്ടർ തരൂർ. അപ്പോൾ തരൂരിൻ്റെ ആഗ്രഹം ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നാൽ തന്നെ ഏറ്റവും മുന്തിയ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, ആഗ്രഹിക്കാം. ഇപ്പോൾ അത് നടക്കുന്ന ഒരു ലക്ഷണമില്ല. ഇനിയുള്ള സമീപകാലത്ത് കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനം വന്നാൽ കോൺഗ്രസിന് ഒരു ഫ്രീ ഹാൻഡ് ലഭിക്കില്ല. അങ്ങനെയെങ്കിൽ BJPയുടെ ഗുഡ് ബുക്സിൽ വന്നാൽ കോൺഗ്രസിൽ തുടരുകയും BJPയുടെ ഗുഡ് ബുക്സിലായിരിക്കുകയും ചെയ്താൽ തരൂരിൻ്റെ പേര് വന്നാൽ അത് ഐക്യകണ്ഠേന അംഗീകരിക്കപ്പെടും എന്ന ഒരു ചിന്തയുണ്ട്. ആദ്യം ഉപരാഷ്ട്രപതി പദത്തിലേക്കും പിന്നീട് രാഷ്ട്രപദത്തിലേക്കും ഒരു പക്ഷേ കണ്ണെറിയുന്നുണ്ടാവാം. ഇത് പ്രൊജക്ഷൻ മാത്രമാണ്, ഇത് ഊഹം മാത്രമാണ്, ഇത് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി നമുക്കറിയില്ലല്ലോ. അതിൽ താണ ഒരു കാര്യത്തിൽ ഒരു കേവലം ഗവർണർഷിപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂറുമാറി BJPയിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കുന്നു, പാർട്ടി മാറുന്നു, BJPയുടെ ലേബലിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു, അല്ലെങ്കിൽ രാജ്യസഭയിൽ എത്തുന്നു, അവിടെ ഒരു കേന്ദ്ര സഹമന്ത്രി പദം അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് മന്ത്രി പദം, എനിക്ക് തോന്നുന്നില്ല തരൂർ വിൽ ബി സാറ്റിസ്ഫൈഡ്. പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താൻ ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം അവിടെ BJP നേതാക്കളുണ്ട്. കോൺഗ്രസിൽ നിന്ന് കടന്നു വരുന്ന ഒരാളെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കേണ്ട കാര്യം BJPക്ക് ഇല്ലല്ലോ. അപ്പോൾ അത് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഉള്ളത് ഗ്യൂബർനെറ്റോറിയൽ പൊസിഷൻസ് ആണ്. അത് പ്രസിഡന്റ് ആകാം, വൈസ് പ്രസിഡന്റ് ആകാം, ഗവർണറാകാം. പക്ഷേ ഗവർണർ സ്ഥാനം പക്ഷേ ഈ സ്റ്റേജിൽ ഇപ്പം V. മുരളീധരൻ ആഗ്രഹിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കുമ്മനം രാജശേഖരന് നൽകുന്നത് പോലെയോ അല്ലെങ്കിൽ ശ്രീധരൻ പിള്ളയ്ക്ക് നൽകുന്നത് പോലെയോ ആ ലെവലിൽ തരൂർ സ്വയം പ്രതിഷ്ഠിക്കുന്നില്ല. അതുകൊണ്ട് ഗവർണർ സ്ഥാനം ഈസ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതൊന്നും ലഭിച്ചില്ലെങ്കിലും ഇപ്പോൾ ലഭിച്ച കാര്യത്തിൽ തരൂർ സംതൃപ്തനായിരിക്കാം. ഐ എം റെപ്രസെൻറ്റിംഗ് ഇന്ത്യ, ഐ വിൽ ഷോക്കേസ് ഇന്ത്യ ഗ്ലോബലി. ഞാനാണ് ഇന്ത്യയുടെ ശബ്ദം, ലോകം ശ്രദ്ധിക്കുന്ന ഇന്ത്യയുടെ ശബ്ദം എന്നിലൂടെ പുറത്തു വരുന്നു. നല്ലൊരു പദവിയാണ്, പദവിയൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തെ അവഗണിക്കാൻ രാജ്യം നാളെ ചരിത്രം എഴുതുമ്പോൾ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചത് ഡോക്ടർ ശശി തരൂറാണ്. അന്ന് ഭരണകക്ഷി BJP ആയിരുന്നു. പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിനെ മുൻപ് ഇന്ദിരാഗാന്ധിയുടെ സമയത്തും നരസിംഹറാവുവിൻ്റെ സമയത്തും അടൽ ബിഹാരി വാജ്പേയി ഉപയോഗിച്ചതുപോലെ ഡോക്ടർ ശശി തരൂറിനെ BJP ഉപയോഗിച്ചു. ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത് BJP ആൻഡ് തരൂർ. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നതാണ് എൻ്റെ ഒരു ചിന്ത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.